80s ഗൾഫിലേക്ക് ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്. ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരിക്കൽ ബോരോലിയിൽ ഏറ്റവും നല്ലൊരു ഹോട്ടൽ എല്ലോറാന്ന് പറഞ്ഞു. അന്നത്തെ ഗസ്റ്റ് ഹൗസാണ്. അന്ന് വലിയ സ്റ്റാർ ഹോട്ടലൊന്നും ബോംബെയിലില്ല. അന്നൊരു ഫസ്റ്റ് ഗ്രേഡ് ഹോട്ടലാണ്, മാർവാടിയുടെയാണ്. അദ്ദേഹത്തിന് റെയിൽവേയുടെ ഒരുപാട് ക്യാൻറ്റീനൊക്കെ ഉണ്ട്. നാനക് ചന്ദഗർ, അല്ല ഏരിയ ഫുൾ നാനക് നഗർ എന്നൊക്കെയാണ്. നല്ല മനുഷ്യനാണ്. അവിടെ ഒരു സർവീസ് ചെയ്യുന്ന ഒരു സ്റ്റാഫുണ്ട്, ദാസ് എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഈ ദാസിനെ പോയി കണ്ട ആ ഗസ്റ്റ് ഹൗസിൽ വിസ കൊടുക്കുന്ന ആളുണ്ട് ഗൾഫിലേക്ക്. അപ്പോൾ അതിലേക്ക് പോയി കാണണം. ഞാൻ ദാസിൻ്റെ ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ പോയി നിന്നു. അപ്പോൾ ഇതിൻ്റെ ഓണർ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് അവിടെ സെക്യൂരിറ്റി വിട്ട് എന്നെ വിളിപ്പിച്ചു. എൻ്റെ കൂടി കേട്ട് ബേട്ട തും ക്യൂ ഇധർ ഖടാ. ഞാൻ പറഞ്ഞു ഇതുപോലെ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് വിസയ്ക്കാണ് ഈ ദാസിനെ കാണാൻ. എന്തിനാണ് നീ ഗൾഫിൽ പോകണം? അത് ഞാൻ പറഞ്ഞു തുജ അച്ഛാ കാം ഏതർ ദേഗ നാം തും ക്യൂ എന്ന് പറയുന്നിട്ട്. എന്നെ കാണുമ്പോൾ നല്ല പേഴ്സണാലിറ്റി ഇന്നസെൻ്റൊക്കെയാണ് അദ്ദേഹത്തിന്. അങ്ങനെ എന്നെ പിടിച്ചു. എന്നെ ഫസ്റ്റ് ടൈം ബേട്ട എന്ന് വിളിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. ബേട്ട എന്ന് പറഞ്ഞു. പിന്നെ അതിൽ എന്നെ ക്യാഷ്യറായിട്ട് ആദ്യം വിസ കൊടുക്കുന്ന സ്ഥാപനത്തിൽ എല്ലാവരും അവിടുത്തെ വലിയ ഹോട്ടലായിരുന്നു. അതിൻ്റെ എല്ലാ പിന്നെ എൻ്റെ മാനേജറായി. അവിടെ തന്നെ ഫസ്റ്റ് ഞങ്ങൾ പെർമിറ്റ് റൂം, ഫസ്റ്റ് ബോംബെയിലെ പെർമിറ്റ് റൂം എടുത്തത് അവിടെ. ഈ പെർമിറ്റും കൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ ആദ്യം ബാർ വരുന്നത്, ആദ്യത്തെ ബാറ്. അതെ, ജിതേന്ദ്രൻ അന്നത്തെ സൂപ്പർ സ്റ്റാർ ജിതേന്ദ്രനെ കൊണ്ടുവന്നാണ് അത് ഇനോഗ്രേഷൻ ഒക്കെ ചെയ്യുക. അപ്പം ഞാൻ അതിൻ്റെ ഫസ്റ്റ് ബാറിലമ്മ അവിടുത്തെ ഞാൻ ബാർ മാനേജറാണ് എല്ലാം. പിന്നെ ഓൾ ഇൻ ഓൾ ആ ഹോട്ടലിന് ഞാനായി. അദ്ദേഹത്തിന് കുറേ മക്കളുണ്ട്. മക്കളെക്കാളും കൂടുതൽ ഇഷ്ടം എൻ്റെ കൂടി. നല്ല ശമ്പളം തോന്നും. ശമ്പളം ഞാൻ കേൾക്കാനൊന്നും പോലും തരുന്നത് തന്നെ മതിയായിരുന്നു. പക്ഷെ കൂടുതലും ഫാമിലി അറ്റാച്ച്മെൻറ്റാണ് അദ്ദേഹത്തിന്. എന്നെ എല്ലാം വിശ്വാസം. മക്കൾ വെളിയിൽ പോവുകയാണെങ്കിൽ മക്കളോട് പറയില്ല. ഞാൻ പറയും ബേട്ടാ മേ 5 दिन नहीं है तो बच्चा लोग पूछे तो बोलना नहीं ने मालूम नहीं करके അങ്ങനെ പറയാം. 5 ദിവസം പോയിട്ട് വരുമ്പോൾ മക്കൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ ഇദ്ദേഹത്തിനെ പോലെയാണല്ലോ, വിശ്വസ്തരല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര സിൻസിയറായിട്ട് അന്നും ഫുള്ളായിട്ട് ടൈം നോക്കാതെയൊക്കെ ബിസിനസ് എല്ലാം. എത്ര കാലം നിന്ന്? ഞാൻ അദ്ദേഹത്തിനോട് ഒരു 10 വർഷം ഉണ്ടായിരുന്നു. 10 വർഷത്തിലെന്ന് പറഞ്ഞാൽ 3-4 വർഷം 5 വർഷം വരെ നിന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ബോരോലിയാണ്. ബോരോലി വെസ്റ്റിൽ വേറൊരു റെസ്റ്റോറൻറ്റിൻ്റെ പണി അടയ്ക്കുകയാണ്. എന്നെ ബോംബെയിൽ മണിയെന്നാണ് പറയുന്നത്. മണി അതിൻ്റെ കാര്യങ്ങൾ നോക്കി മണിയെന്ന് എന്നെ മണിയുണ്ടെന്ന് വലിയ മണിയെന്നാണ്. ബോംബെയിൽ എല്ലാവരും എന്നെ മണിയെന്നാണ്. അപ്പോൾ വിളിച്ച് നിങ്ങൾ അതൊന്ന് ചെയ്യിച്ചിട്ട് അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഒന്ന് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വാക്ക് മാറി നല്ലതായിട്ടൊക്കെ ആയി. പിന്നെ ഫാമിലി പ്രശ്നമാവും നിനക്ക് തന്നാൽ ഒന്നും ചിരിക്കാതെ പോയി.